1. എനിക്കിതിനെ വിശ്വാസമില്ല. ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി. ഋതുയോഗം. മുദ്രമോതിരം ധരിക്കാൻ ശകുന്തള താല്പര്യപ്പെടാത്തത് എന്തുകൊണ്ടാവാം? ഉത്തരം: ആവശ്യസമയത്ത് മുദ്രമോതിരം ഉപകാരപ്പെടാത്തതിനാൽ. 2. പല കാലമായി പല കഷ്ടപ്പാടുകളും സഹിച്ച് വല്ലപാടും ഇന്നലെ കൈനേടിയ ഈ മഹാവിജയം. അടിവരയിട്ട പ്രയോഗം സൂചിപ്പിക്കുന്നതെന്ത്? യുദ്ധത്തിന്റെ പരിണാമം. ഉത്തരം: യുദ്ധമുറകൾ തെറ്റിച്ച് പാണ്ഡവർ നേടിയ വിജയം. 3. അന്ന് പ്രാർത്ഥന കഴിഞ്ഞയുടൻ ഞാൻ നേരെ ചെന്ന് ഹെഡ്മാസ്റ്ററെ കണ്ടു. വീണ് കിട്ടിയ പൈസ മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അക്കർമാഷി. ശരൺകുമാർ ലിംബോളയുടെ ഈ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്താണ്? ഉത്തരം: പണത്തിനേക്കാൾ മൂല്യമേറിയതാണ് സത്യസന്ധത. 4. വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃത്തമാതാവ്. ഞാൻ കഥാകാരനായ കഥ. വൃത്തമാതാവ് എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം. ഉത്തരം: വൃത്തിയായ മാതാവ്. 5. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തിനിർത്തിയ മുത്താണി കൂണുകൾ. അശ്വമേധം. ഇവിടെ കൊറ്റക്കുട എന്ന പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: പദവിയെ. 6. ഇതുതന്നെയാണ് മനുഷ്യന്റെ വിധി. രാജാവായിട്ടും ഞാൻ വീണു. യുദ്ധത്തിന്റെ പരിണാമം. മനുഷ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ദുര്യോധനന്റെ വാക്കുകളിലുള്ളത്? ഉത്തരം: യുദ്ധം മാനവരാശിക്ക് വരുത്തുന്ന വിന. എത്ര പ്രതാപമുള്ളവനും പരാജയപ്പെടും. മനുഷ്യന്റെ ജീവിതം ഇതാണ് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. 7. ധീരനായ യതി നോക്കി തന്വിതൻ പൂരിബാഷ്പ പരിപാടലം മുഖം. പൂരിതാപോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്നു പനിനീർ സുമോപം. പ്രിയദർശനം. വരികൾക്ക് കാവ്യഭംഗി നൽകുന്ന 2 സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഉത്തരം: വരികളുടെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവർത്തിക്കുന്നു. ദിഗ്ധാക്ഷരപ്രാസം. 2 വരികളുടെ അവസാനം ഒരുപോലെ വന്നു. അന്ത്യാക്ഷരപ്രാസവുമുണ്ട്. നളിനിയുടെ മുഖം ചുവന്നു തുടുത്ത് മഞ്ഞുതുള്ളി വീണ പനിനീർ പൂവ് പോലെ. അലങ്കാര ഭംഗി. 8. പാഴ്ശിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മ. മൈക്കിലാഞ്ചലോ മാപ്പ്. അമ്മയ്ക്ക് നൽകിയ പാഴ്ശിപ്പി എന്ന വിശേഷണത്തിന്റെ സവിശേഷമായ അർത്ഥതലം കണ്ടെത്തി എഴുതുക. ഉത്തരം: ചിപ്പിക്കുള്ളിൽ നിന്ന് മുത്ത് നഷ്ടപ്പെട്ടാൽ പാഴ്ശിപ്പിയാകും. മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥയും ഇതാണ്. 9. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. ലക്ഷ്മണ സാന്ത്വനം. എഴുത്തച്ഛൻ്റെ ഈ ഉപദേശം വർത്തമാനകാല സമൂഹത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? കാവ്യസന്ദർഭം, സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഉത്തരം: എഴുത്തച്ഛൻ്റെ വരികളുടെ അർത്ഥം കണ്ടെത്തുക. ക്രോധം ധർമ്മക്ഷയത്തിന് കാരണമാകുന്നു. അറിവുള്ളവർ ക്രോധം ഉപേക്ഷിക്കണം. പത്രവാർത്തകൾ, അനുകാലിക സംഭവങ്ങൾ എന്നിവ ചേർത്ത് അവതരിപ്പിക്കുക. യുദ്ധം, വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര പ്രശ്നങ്ങൾ, അതിൻ്റെ പേരുണ്ടാകുന്ന അക്രമങ്ങൾ എന്നിവ സൂചിപ്പിക്കണം. 10. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടാച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. കടൽ തീരത്ത്. പൊതിച്ചോറിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കഥയെ ഭാവസാന്ദ്രമാക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? പരിശോധിക്കുക. ഉത്തരം: പൊതിച്ചോറ് വെള്ളായിക്ക് വേണ്ടി കോടച്ചി ഭാര്യ കൊടുക്കുന്നത്. അമ്മയുടെ സങ്കടം പൊതിച്ചോറിൽ കണ്ണുനീരായി വീഴുന്നത്. പൊതിച്ചോറ് വെള്ളായപ്പൻ്റെ മകനോടുള്ള കരുതലും സ്നേഹവുമായി മാറുന്നത്. പൊതിച്ചോറ് കടൽ തീരത്ത് ബലിച്ചോറായി പരിണമിക്കുന്നത്. പൊതിച്ചോറ് കടൽ തീരത്ത് എന്ന തലക്കെട്ടിന് ഔചിത്യം നൽകുന്നത്. പൊതിച്ചോറ് നിസ്സഹായൻ്റെ നിലവിളിയായി പരിണമിക്കുന്നത്. 11. പുഷ്കരൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ കുറിക്കുക. ഉത്തരം: പുഷ്കരൻ്റെ അപകർഷതാബോധം, രാജ്യത്തെ ചിഹ്നങ്ങളില്ലാത്തതിൻ്റെ ദൈന്യത, നളനോടുള്ള അസൂയ, രാജാവിനെ ചെന്ന് കാണുന്നതും രാജാവ് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതിലുള്ള പുഷ്കരൻ്റെ അസ്വാസ്ഥ്യം, അമർഷം. പുഷ്കരൻ്റെ അസംതൃപ്തി. 12. കുട്ടികളെ അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ. വിശ്വരൂപം. മിസസ് തരത്തിൻ്റെ ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഉത്തരം: സ്വാഭിപ്രായക്കുറിപ്പ്. യോജിക്കുന്നു. ബന്ധങ്ങൾ വളരാൻ പരസ്പരമുള്ള തിരിച്ചറിവും ആവശ്യമാണ്. മിസസ് തലത്ത് മക്കളെ പ്രസവിച്ചു. പക്ഷെ അവരെ ലാളിച്ചില്ല. അമ്മയ്ക്കും മക്കൾക്കും ഇടയിൽ ആത്മബന്ധമില്ലാതെ പോയി. പുതിയ കാലം. രക്ഷിതാക്കൾ നോക്കിയാലും ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. വൃദ്ധസദനങ്ങൾ പെരുകുന്നത്. 13. ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ. ഒരിക്കലും മറന്നുപോകരുതേ. പാവങ്ങൾ. മെത്രാൻ്റെ ഈ അഭ്യർത്ഥന യാങ് വാൽ യാങ്ങിൻ്റെ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ എന്തൊക്കെയാകാം? നിങ്ങളുടെ നിഗമനങ്ങൾ യുക്തിപൂർവ്വം സമർത്ഥിക്കുക. ഉത്തരം: മെത്രാൻ കാണിക്കുന്ന കനിവിൽ അത്ഭുതപ്പെടുന്ന കുറ്റവാളി. പോലീസുകാരുടെ മുൻപിൽ വെച്ച് മെത്രാൻ്റെ ഉചിതമായ ഇടപെടൽ നേർക്കാഴ്ച നൽകും. സത്യസന്ധതയോടും മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായ മെത്രാൻ മെഴുകുതിരി കാലുകൾ നൽകിയത് അദ്ദേഹത്തിൽ കുറ്റബോധമുണ്ടാക്കും.
പശ്ചാത്തപിക്കാൻ ഇടം നൽകും. യാങ്ങിൽ തിന്മ ഇല്ലാതാക്കാൻ സഹായിക്കും. തൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ആരും തിന്മയിലേക്ക് വഴുതി വീഴില്ലെന്ന പാഠം ഉൾക്കൊള്ളുന്നു. 14. ഒടുങ്ങാത്ത ദുരിതങ്ങൾക്കിടയിലും സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന കഥാപാത്രമാണോ ദസ്തയേവ്സ്കി? സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ദുരന്തങ്ങൾക്കിടയിൽ സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന കഥാപാത്രം. ജീവിതത്തെ പ്രസാദാത്മകമായി കാണുന്നു. പുതിയതായി എഴുതാൻ തുടങ്ങുന്ന നോവലിലൂടെ നന്മയുടെ മൂർത്തിയായ ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം. ജീവിതത്തിന്റെ മൂല്യം ആഴത്തിൽ ബോധ്യപ്പെടുന്ന കഥാപാത്രമായി മാറുന്നു. എല്ലാത്തിനെയും വ്യത്യസ്തമായി നോക്കിക്കാണുന്ന പ്രവണത. എഴുത്തിലൂടെ നന്മയുടെ ലോകം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം. ജീവിത ദുരിതങ്ങളെ എഴുത്തിലൂടെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വം.